സ്ട്രേഞ്ച് ഡാർലിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു പടം വന്നിട്ടുണ്ട്. ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ ഒരു സിനിമയാണെന്ന് പറയാം. നല്ല കിടിലൻ പടമാണ്. ഒരു നോൺ ലീനിയർ ആയിട്ട് ഒരു സീരിയൽ കില്ലറിൻ്റെ കഥ പറയുന്നൊരു സിനിമ. ഈ സിനിമയെ പറ്റി യാതൊന്നും അറിയാതെ തന്നെ കാണണം. ജസ്റ്റ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സീരിയൽ കില്ലർ ഒരു പെൺകുട്ടീനെ ഓടിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കാർ ചേസാണ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ. പിന്നീട് അങ്ങോട്ട് എന്ത് നടക്കുന്നു, എന്താണ് ആക്ച്വലി അവിടെ ഉണ്ടായത് എന്നുള്ളതൊക്കെ നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സോ 6 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് സിനിമ തിരിച്ചിട്ടുള്ളത്. സോ അതിലെ 3ാമത്തെ ചാപ്റ്റർ വെച്ച് ഈ സിനിമ തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് 5, 2, 1, 3 അങ്ങനെ വന്ന് ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കും. സോ അവിടെ അല്ലെങ്കിൽ ഈ ഒരു നോർമലായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. ഈ നോൺ ലിനിയാരിറ്റിയാണ് ഈ ഒരു കഥയെ ട്വിസ്റ്റഡ് ആക്കിയിട്ട് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയാം. സോ സിനിമ സ്റ്റാർട്ട് ടു എൻഡ് ഭയങ്കര ത്രില്ലിങ്ങോടെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു കിടിലൻ ത്രില്ലർ തന്നെയാണെന്ന് പറയും ഈ സിനിമ. ആൻഡ് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര വയലൻ്റാണ് ഈ സിനിമ. ഒരുപാട് ന്യൂഡിറ്റി ആൻഡ് സെക്സ് സീക്വൻസുകളൊക്കെ തന്നെ ഉണ്ട്. സോ ഒരു 18+ മൂവിയാണെന്ന് പറയാം. ഒരു ഫാമിലി ഫ്രണ്ട്ലി അപ്രോച്ചോടെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു മൂവി അല്ല. സോ സീരിയൽ കില്ലർ മോഡിലുള്ള ക്രൈം ത്രില്ലർ സിനിമകളൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ, അതിൽ കണ്ട് സാച്ചുറേറ്റ് ആയി ഇനി പുതിയതൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു പരിധി എത്തിയാൽ പ്രഡിക്റ്റബിൾ ആവും. ഓക്കെ ഇതാണ് എന്നൊക്കെ മനസ്സിലാവും. പക്ഷെ അതുവരെ അവർ വെക്കുന്ന ഒരു പോയിന്റും അത് കഴിഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടേഴ്സിനൊക്കെ എന്തൊക്കെ സംഭവിച്ചു എന്ന് അറിയുന്ന വളരെ ചുരുക്കം ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു പ്രിമേസിൽ മാത്രമേ ഉള്ളൂ. ഒരു 1 നൈറ്റ് സ്റ്റാൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരൊറ്റ ദിവസത്തിൽ നടക്കുന്നൊരു കഥയാണ്. അതിന് നോൺ ലീനിയർ അപ്രോച്ചോടെ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യുമ്പോഴാണ് സിനിമ ഒരു വേറിട്ട അനുഭവം തരുന്നത്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി യാതൊന്നും അറിയാതെ തന്നെ നോക്കണം. നിങ്ങളിപ്പോൾ ഇതിൻ്റെ പ്ലോട്ടോ സിനോപ്സിസോ ബാക്കിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ ആ ഒരു മെയിൻ ഫീൽ തന്നെ പോകും. സോ എന്താണ് എങ്ങനെയാണ് ഒന്നും തന്നെ അറിയാതെ പ്ലെയിനായിട്ട് കണ്ടു നോക്കുക. ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം. നന്ദി.